അധ്യാപനങ്ങളുടെ അലൗകികവും അതുല്യവുമായ വഴികൾ നിരവധി യഥാർത്ഥ രത്നങ്ങൾക്ക് അവരുടെ പഴയ സംസ്കാരങ്ങളുടെ കളിയെ മറികടക്കാനും ഓരോ ഘട്ടത്തിലും സദ്ഗുണങ്ങൾ ഉൾക്കൊള്ളാനുമുള്ള പ്രചോദനങ്ങൾ നൽകി. ബ്രഹ്മബാബ എല്ലായ്പ്പോഴും ഓരോ കുട്ടിയുടെയും സദ്ഗുണങ്ങൾ വീക്ഷിക്കുകയും ആ ഗുണങ്ങളെ ലോകസേവനത്തിനായി ഉപയോഗിക്കുകയും ചെയ്തു. നല്ല നിലയും വിദ്യാഭ്യാസവുമുള്ള കുട്ടികൾ പലപ്പോഴും മധുബനിൽ ബാബയെ കാണാൻ വരുമായിരുന്നു. ലോക പഠനം കാരണം അവർക്ക് സേവനം ചെയ്യാനും ബ്രാഹ്മണ പെരുമാറ്റച്ചട്ടങ്ങൾ പാലിക്കാനും കഴിയാതെ വരുന്നു എന്ന് അവർ ബാബയോട് പറയുമായിരുന്നു. ബാബയാകട്ടെ അതിന് യുക്തിയുക്തമായ രീതിയിൽ മറുപടി നൽകും. ബാബ ഇങ്ങനെ പറയും: മധുരമുള്ള കുട്ടി, നിങ്ങൾ സ്വയത്തെ നോക്കൂ. നിങ്ങൾക്ക് ഈ ലൗകിക വിദ്യാഭ്യാസത്തിലൂടെ വളരെയധികം പ്രയോജനം നേടാനാകും. ലൗകിക വിദ്യാഭ്യാസം സാഹിത്യം എഴുതുന്നതിനും ഫ്ലയറുകൾ സൃഷ്ടിക്കുന്നതിനും നിങ്ങളെ സഹായിക്കും. കൂടാതെ പൊതുപരിപാടികൾക്കായുള്ള പ്രഭാഷണങ്ങളും തയ്യാറാക്കാം. അത്തരം സേവനങ്ങളിലൂടെ നിങ്ങൾക്ക് ഉയർന്ന ഭാഗ്യം സൃഷ്ടിക്കാൻ കഴിയും. ബാബയ്ക്ക് നിങ്ങളുടെ കഴിവുകളിൽ വളരെയധികം വിശ്വാസമുണ്ട്. ഈ ലോകത്തിൻ്റെ ഡ്രാമയിൽ നിങ്ങൾക്ക് വളരെ പ്രത്യേകമായ ഒരു പങ്കു വഹിക്കാനുണ്ട്. നിങ്ങൾ വളരെ വിവേകശാലിയാണ്. അത് കേൾക്കുന്ന കുട്ടികൾ സ്വയത്തിൽ ലോകസേവനത്തിനായുള്ള ലഹരിയിൽ നിറയുകയും പഴയ ലോകത്തിൻ്റെ സ്വാധീനത്തിൽ നിന്ന് സ്വതന്ത്രരാവുകയും ചെയ്യും. അങ്ങനെ ബാബ എല്ലാവരുടെയും പ്രത്യേകതകൾ സേവനത്തിനായി ഉപയോഗിക്കുകയും അവരിൽ ദൈവിക ശക്തി നിറയ്ക്കുകയും ചെയ്തു. ഒരിക്കൽ മധുബനിൽ ഒരു യുവദമ്പതികൾ ബാബയെ സന്ദർശിക്കാൻ വന്നു. ബാബ സ്നേഹപൂർവം ആ മക്കളോട് ചോദിച്ചു: നിങ്ങൾ രണ്ടുപേരും എങ്ങനെ പോകുന്നു? എൻ്റെ സ്നേഹമുള്ള ഈ മകനേക്കാൾ പ്രയത്നം മകൾക്ക് എടുക്കേണ്ടി വരുന്നുണ്ടോ? ദമ്പതികൾ സ്വാഭാവികമായും ഈ സ്നേഹ സംഭാഷണം കേട്ട് ബാബ എന്ന വാക്ക് പറഞ്ഞു. അവർ രണ്ടുപേരും പറഞ്ഞു: ബാബ, ഈ ദൈവികമായ അറിവ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു. എന്നിരുന്നാലും നമുക്ക് പരിശുദ്ധരായിരിക്കാൻ കഴിയുകയില്ല. ഇത് കേട്ട് ബ്രഹ്മബാബയുടെ ദൃഷ്ടിയിൽ കരുണയും സ്നേഹവും നിറഞ്ഞു. ബാബ മധുരമായി മറുപടി പറഞ്ഞു: മധുരമുള്ള കുട്ടികളെ, നിങ്ങൾ രണ്ടുപേരും എന്നെ ബാബ എന്നാണ് വിളിച്ചത്, അതായത് നിങ്ങളുടെ പിതാവ്. ഈ ലൗകിക ലോകത്ത് നിങ്ങളുടെ ബാബയുടെ എല്ലാ നിർദ്ദേശങ്ങളും നിങ്ങൾ പാലിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബാബയുടെ ഈ ലളിതമായ മാർഗം പിന്തുടരാൻ കഴിയുകയില്ലേ? അരൂപിയായ ഈ പിതാവിൻ്റെ നിർദ്ദേശം നിങ്ങൾ പിന്തുടരുകയില്ലേ? ബാബ ഒരു സഹോദരനെ വിളിച്ച് ലക്ഷ്മി നാരായണന്മാരുടെ വലിയ ചിത്രം കൊണ്ടുവരാൻ നിർദ്ദേശിച്ചു. ബാബ ആ ചിത്രം ദമ്പതികൾക്ക് നൽകി ഇങ്ങനെ പറഞ്ഞു: ഇവരെ നോക്കുക, എൻ്റെ മകനും മകളും
അവരെ പോലെ ആയിത്തീരുക. എൻ്റെ മധുരമായ കുട്ടികൾ അങ്ങനെ ആയിത്തീരുകയില്ലേ? ഹൃദയസ്പർശിയായ ആ വാക്കുകൾ കേട്ട് അവർ രണ്ടുപേരും ഇങ്ങനെ പറഞ്ഞു, ശരി ബാബ, ഇന്നു മുതൽ ഞങ്ങൾ പവിത്രരായി ജീവിക്കും. ബാബയുടെ ഓരോ വാക്കിലും പരിവർത്തനത്തിനായുള്ള അത്രയും ശക്തി നിറഞ്ഞിരുന്നു. ഓരോ കുട്ടിക്കും തൻ്റെ വിശേഷതകൾ തിരിച്ചറിയുന്നതിനും പരിധിയില്ലാത്ത കഴിവുകൾ മനസ്സിലാക്കി കൊടുക്കുന്നതിനും ബാബയുടെ സ്നേഹനിർഭരമായ ദർശനത്തിന് സാധിച്ചു.